കാർലോ ആൻസലോട്ടിയുടെ പിൻഗാമിയായി ഈ സീസണിന് ചുമതല ഏറ്റെടുത്ത സാബി അലോൺസോയുടെ കീഴിൽ റയൽ മാഡ്രിഡിന്റെ മികച്ച തുടക്കം ഇപ്പോൾ വഴിത്തിരിവിലായിരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്പാനിഷ് ലീഗിൽ 1-ാം സ്ഥാനത്തും ചാമ്പ്യൻസ് ലീഗിൽ മുൻനിരയിലുണ്ടായിരുന്ന ടീം കഴിഞ്ഞ 6 മത്സരങ്ങളിൽ നിന്നും വെറും 2 ജയം മാത്രം നേടി വലിയ തകർച്ചയെ അഭിമുഖീകരിക്കുകയാണ്. ഡിസംബർ 7-ന് സെൽറ്റ വിഗോയോട് വഴങ്ങിയ 2-0 തോൽവിയോടെ ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലെ മോശം പ്രകടനത്തിന് പിന്നാലെ സെൽറ്റ വിഗോയോട് തോറ്റതോടെ അലോൺസോ ക്ലബിൽ വലിയ സമ്മർദ്ദം നേരിടുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ദ അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സെൽറ്റ വിഗോയ്ക്കെതിരെ മത്സരത്തിന് ശേഷം ക്ലബ് നേതൃത്വം സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ യോഗം ചേർന്നുവെന്നാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിന് അലോൺസോയെ മാത്രം കുറ്റപ്പെടുത്താൻ ബോർഡ് തയ്യാറല്ലെങ്കിലും ടീമിന്റെ പ്രതിച്ഛായയിലും സമീപകാല പ്രകടനങ്ങളിലും അവർ അതൃപ്തരാണ്. കളിക്കളത്തിലെ മോശം ഫലങ്ങൾ കൂടാതെ ഡ്രസ്സിംഗ് റൂമിലെ പ്രശ്നങ്ങളും വിനീഷ്യസ് ജൂനിയറുമായി അടുത്തിടെയുണ്ടായ പ്രശ്നങ്ങളും കളിക്കാർ നിരന്തരം ചുവപ്പ് കാർഡുകൾ വാങ്ങുന്നതും അലോൺസോയുടെ നേതൃപാടവത്തെ ചോദ്യം ചെയ്യുന്ന ഘടകങ്ങളാണ് എന്നാണ് റിപ്പോർട്ട്. ഒക്ടോബറിലെ എൽ ക്ലാസിക്കോയിൽ ബാഴ്സയെ തോൽപ്പിച്ച് അവരുമായി 5 പോയിന്റ് ലീഡുണ്ടായിരുന്ന ടീം ഇപ്പോൾ ലാലിഗയിൽ ബാഴ്സലോണയേക്കാൾ 4 പോയിന്റ് പിന്നിലായതാണ് ക്ലബ് നേതൃത്വത്തെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിലെ മോശം പ്രകടനവും സെൽറ്റ വിഗോയ്ക്കെതിരെയുള്ള തോൽവിയും അതിന് ആക്കം കൂട്ടി. ചില മുതിർന്ന താരങ്ങൾക്ക് കോച്ചിന്റെ ഗെയിം പ്ലാനിൽ വിശ്വാസം നഷ്ടപ്പെട്ടതും സാവിക്ക് പ്രതികൂലമായ ഘടകങ്ങളാണ്. ഡിസംബർ 10-ന് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരം അലോൺസോയ്ക്ക് ഒരു അന്ത്യശാസനമായി മാറിയേക്കും. ഈ മത്സരത്തിൽ ടീമിന് 3 പോയിന്റ് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ സാധ്യതയുണ്ടെന്ന് ചില അഭ്യൂഹങ്ങളുണ്ട്. മാൻസിറ്റിയോട് തോറ്റാൽ അലോൺസോ തന്നെയായിരിക്കും ചുമതലയിലുണ്ടാവുക എന്ന് ഉറപ്പിച്ചു പറയാൻ ക്ലബുമായി അടുത്ത ബന്ധമുള്ള ഒരാൾക്കും കഴിയുന്നില്ല. അഥവാ അലോൺസോ പുറത്താക്കപ്പെടുകയാണെങ്കിൽ പ്രധാനമായും റയൽ മാഡ്രിഡ് പരിഗണിക്കാൻ സാധ്യതയുള്ള പേരുകൾ ഇവയാണ്. മുൻ ഇതിഹാസ താരവും കോച്ചായിരിക്കെ തുടർച്ചയായ 3 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ബെർണബോയിൽ എത്തിക്കുകയും ചെയ്ത സൂപ്പർ താരം സിനേദിൻ സിദാനാണ് കൂടുതൽ സാധ്യത. എന്നാൽ അദ്ദേഹം ഫ്രഞ്ച് ദേശീയ ടീമിന്റെ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ലിവർപൂളിലും റയലിലും അലോൺസോയുടെ മുൻ സഹതാരവും ഇപ്പോൾ റയൽ റിസർവ് ടീമിന്റെ പരിശീലകനുമായ അൽവാരോ അർബലോവയാണ് സാധ്യത കൽപ്പിക്കുന്ന മറ്റൊരാൾ. ഈ സീസണിന്റെ തുടക്കത്തിൽ അലോൺസോയെ നിയമിച്ചപ്പോൾ തന്നെ അർബലോവ മത്സരങ്ങൾക്കുണ്ടായിരുന്നു. സഹതാരത്തെ മറികടന്നാണ് അലോൺസോക്ക് നറുക്കു വീണിരുന്നത്. മുൻ ലിവർപൂൾ കോച്ച് യൂർഗൻ ക്ലോപ്പിനെ ഒരു ഓപ്ഷനായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം വീണ്ടും പരിശീലക സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയില്ലെന്നാണ് കൂടുതൽ വിശ്വാസയോഗ്യമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അലോൺസോ റയലിന്റെ കോച്ചായി തുടരുമോ ഇല്ലയോ എന്നുള്ളത് മാഞ്ചസ്റ്റർ സിറ്റി മാനേജർ പെപ് ഗാർഡിയോയുടെ കൈകളിലാണ്. സിറ്റിക്കെതിരെ ജയിക്കാനായാൽ അലോൺസോയുടെ ആയുസ് നീട്ടിക്കിട്ടും. മറിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവി ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കും. ഇനിയെല്ലാം സിറ്റിക്കെതിരായ മത്സരത്തെ ആശ്രയിച്ചിരിക്കും. കാത്തിരുന്ന് കാണാം.